ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് നല്ലൊരു നത്തോലി പീര വറ്റിച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലോട്ട് പോവാം. അതിനായിട്ട് ഞാനിവിടെ 250 ഗ്രാം നത്തോലി നന്നായിട്ട് ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ട കുടംപുളി ഒന്ന് കുറച്ച് ചൂടുവെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒരു ചട്ടി വെച്ച് ഇതിലോട്ട് ഒരു 8 അല്ലി ചെറിയുള്ളി ചതച്ചത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 അല്ലി വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് കാന്താരി മുളക്, നിങ്ങളുടെ കയ്യിൽ കാന്താരി മുളക് ഇല്ലെങ്കിൽ പച്ചമുളക് ചേർത്താലും മതി, 2 പിടി നാളികേരം, നമ്മൾ മുന്നേ വെള്ളത്തിലിട്ട് വെച്ചേക്കുന്ന കുടംപുളി, കുറച്ച് കറിവേപ്പില, 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഇത്രയും ചേർത്ത് കൈ വെച്ച് ഇത് നന്നായിട്ടൊന്ന് തിരുമിയെടുക്കാം. ഇനി ഇതിലോട്ട് ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന മീൻ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് കൂട്ടി വെച്ച് ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ചേർക്കരുത്. ഈ ഗ്യാസ് ഒരു ലോ ഫ്ലെയിമിലാക്കി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 2 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും അടപ്പ് തുറന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു 10 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഫ്ലേവറിന് വേണ്ടി കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് ഇതൊന്ന് ഇളക്കി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ നെത്തോലി പീര വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി നമുക്ക് നെത്തോലിയിൽ മാത്രമല്ല മത്തിയിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.